ചെറിയ ഇടവേളയ്ക്ക് ശേഷം നൈജീരിയയിൽ US ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഔദ്യോഗിക ഭാഷ്യം IS ഭീകരരെ തകർക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നൈജീരിയയിൽ ബോക്കോ ഹറാം, IS തുടങ്ങിയ ഇസ്ലാമിക ഭീകര സംഘടനകൾ അവിടെയുള്ള ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും നിരന്തരം ആക്രമിക്കുകയും കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും അത് വെച്ച് വിലപേശി പണം വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന കാര്യം നമുക്കറിയാം. നൈജീരിയ വളരെ അശാന്തമാണ്, അവിടുത്തെ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണ്, വലിയ അപകടത്തിലാണ് നൈജീരിയയുടെ അവസ്ഥ എന്ന് നമുക്കറിയാം. അവിടെ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ തുടർച്ചയായി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ ഈ ഭീകരർ നിരന്തരം ആക്രമിച്ചു പോരുകയായിരുന്നു. കൂട്ടക്കൊലകൾ തന്നെ അരങ്ങേറിയിട്ടുണ്ട്. ഇതൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ തന്നെ, അല്ലെങ്കിൽ ക്രിസ്മസിന് തൊട്ടടുത്ത ദിവസം അവിടെ ഈ തരത്തിൽ ഒരു ഭീകര വേട്ട നടത്താൻ അമേരിക്ക തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും സവിശേഷമായ ശ്രദ്ധേയമായ കാര്യം. ഡൊണാൾഡ് ട്രംപ് തന്നെ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കാം. ഇത് നടന്നിരിക്കുന്നത് വ്യോമാക്രമണമാണ് അമേരിക്കയുടെ നടന്നിരിക്കുന്നത്. അത് വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ IS ഭീകരർക്കെതിരെയാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും ശക്തവും മാരകവുമായ തിരിച്ചടി നൽകി എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഷ്യം. രാജ്യത്തെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് നിർത്തണം എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, പെർഫെക്റ്റ് സ്ട്രൈക്ക് എന്നാണ് ട്രംപ് ഈ വ്യോമാക്രമണത്തെ വിശേഷിപ്പിച്ചത്. നിരവധി IS ഭീകരന്മാർ കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. നമ്മുടെ സൈന്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. മരിച്ച ഭീകരർ ഉൾപ്പെടെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ക്രിസ്ത്യാനികൾക്കെതിരായ ഭീകരരുടെ കൂട്ടക്കൊല തുടർന്നാൽ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും എന്നാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. നൈജീരിയൻ അധികൃതരുടെ അഭ്യർത്ഥന മാനിച്ചാണ് താൻ ഈ വിഷയത്തിൽ ഇടപെടുന്നതും ഇങ്ങനെ അമേരിക്കൻ സൈന്യത്തെ വ്യോമ ആക്രമണം നടത്താൻ നിയോഗിച്ചതും എന്നൊക്കെയാണ് ട്രംപ് നൽകുന്ന വിശദീകരണം. എന്തായാലും US പ്രതിരോധ വകുപ്പ് ഇതേക്കുറിച്ച് സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. നിരവധി IS ഭീകരന്മാർ നൈജീരിയയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ തമ്പടിച്ചിരുന്ന ഭീകര സംഘടനകളിലെ ബോക്കോ ഹറാം, IS തുടങ്ങിയ ഭീകര സംഘടനകളിലെ നിരവധി ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പെന്റഗൺ വ്യക്തമാക്കുന്നു, സ്ഥിരീകരിക്കുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ, വ്യോമാക്രമണത്തിന്റെ സ്വഭാവം, എപ്പോൾ ആരംഭിച്ചു, എപ്പോൾ അവസാനിച്ചു തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ പെന്റഗൺ പുറത്തുവിടുന്നില്ല, രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ ഇനിയും ആക്രമണങ്ങൾ തുടരാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ട്. അതേസമയം വിശ്വാസം, വംശം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ഈ രാജ്യത്ത് മതപരമായ ഈ വിശ്വാസം, അതുപോലെ തന്നെ വംശം, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്വാതന്ത്ര്യം രാജ്യത്ത് ഉറപ്പുവരുത്തണമെന്നും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ ഭീകരരുടെ വേട്ടയ്ക്ക് ഇരയാകുന്നുണ്ടെന്നും ഇത് അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്നും നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുബു ക്രിസ്തുമസ് സന്ദേശത്തിൽ പറഞ്ഞു. അദ്ദേഹം നൈജീരിയയിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒരുപോലെ ക്രിസ്മസ് ആശംസ നേർന്നു അവർക്ക് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഭീകര സംഘടനകളെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന് നൈജീരിയൻ സർക്കാർ ആവർത്തിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണം വളരെ രൂക്ഷമായി. പ്രത്യേകിച്ചും ഈ ബോക്കോ ഹറാം തീവ്രവാദികൾ, ബോക്കോ ഹറാം ഭീകരന്മാർ ക്രിസ്ത്യാനികളെ തട്ടിക്കൊണ്ടുപോവുക, കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, മാരകമായി ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുക, അവരെ വച്ച് വിലപേശി പണവും മറ്റും വാങ്ങുക, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നൊരു നയം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്വീകരിച്ചു വരികയാണ്. ഈ ബോക്കോ ഹറാം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച, ഏറ്റവും ക്രൂരരായ ഒരു ഭീകര സംഘടന വിഭാഗമാണ് എന്ന് നമുക്കറിയാം.
അതുകൊണ്ട് തന്നെ നൈജീരിയൻ സർക്കാർ ഇവർക്കെതിരെ നീങ്ങാൻ അമേരിക്കയുടെ സഹായം തേടിയിട്ടുണ്ട്. അമേരിക്ക ഈ വിഷയം നന്നായി പഠിച്ചതിനു ശേഷമാണ് ഇടപെട്ടിരിക്കുന്നതെന്നും വ്യക്തമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നൈജീരിയയിൽ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾക്കെതിരായ മുസ്ലിങ്ങൾക്കുമെതിരെ ആക്രമണം നടക്കുന്നു. അവിടെ ഈ ബോക്കോ ഹറാം അവർക്ക് താല്പര്യമില്ലാത്ത, അവർക്ക് ഇഷ്ടമില്ലാത്ത വിഭാഗങ്ങളെ എല്ലാവരെയും ആക്രമിക്കുകയാണ്. ഒരു പ്രത്യേക ശ്രദ്ധ, ലോകത്തിന്റെ പ്രത്യേക ശ്രദ്ധ പതിയേണ്ട ഒരു സ്ഥലമായി നൈജീരിയയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. എന്തായാലും US വ്യോമാക്രമണം അവസാനിപ്പിക്കുന്ന മട്ടില്ല, അത് തുടരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ട്രംപ് വളരെ വ്യക്തമായിട്ട് അക്കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ സൈന്യത്തോടൊപ്പം, നമ്മുടെ സൈന്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, മരിച്ചുപോയ ഈ പറഞ്ഞ ഭീകരന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മറ്റുള്ളവർക്കും ക്രിസ്മസ് ആശംസ എന്ന് ട്രംപ് പറഞ്ഞത് ഈ അടിസ്ഥാനത്തിലാണ്. ആക്രമണം ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. നൈജീരിയയിൽ ഒരു സൈനിക നടപടി ആരംഭിച്ചിരിക്കുകയാണ് ട്രംപ് എന്ന് വ്യക്തമാണ്. ഏറെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പെന്റഗൺ തന്നെ കാര്യങ്ങൾ വളരെ രഹസ്യമാക്കി വെക്കുന്നു. അതിന്റെ അർത്ഥം അമേരിക്ക നൈജീരിയയെ സമ്പൂർണമായിട്ടും ഒരു സൈനിക താവളം തുറന്ന് നൈജീരിയയുടെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ്. നമുക്ക് കാത്തിരിക്കാം, വിശദമായ വിവരങ്ങൾ പുറത്തു വരട്ടെ. എന്തായാലും ബോക്കോ ഹറാം IS ഭീകരന്മാർക്ക് അവർക്ക് ഇനി സമാധാനത്തോടുകൂടി ഉറങ്ങാം. അതിനുള്ള പണി അമേരിക്ക കൊടുത്തു കഴിഞ്ഞു. ബാക്കി മറ്റ് വിവരങ്ങൾ, കൂടുതൽ ഇത് സംബന്ധിച്ച അപ്ഡേറ്റുകൾ പുറത്തു വരാനുണ്ട്. അത് പുറത്തു വരുമ്പോൾ നമുക്ക് ഈ വിഷയവുമായിട്ട് വീണ്ടും വരാം.